ഇന്ത്യൻ നാടകകൃത്തും നാടക സംവിധായകനും ഗാനരചയിതാവും കവിയുമായിരുന്ന കാവാലം നാരായണ പണിക്കരുടെ ജീവിതചരിത്രക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോ. ആലപ്പുഴ ജില്ലയിലെ കാവാലം ഗ്രാമത്തിൽ ഗോദവർമ്മയുടെയും ചാലയിൽ കുഞ്ഞുലക്ഷ്മി അമ്മയുടെയും മകനായി 1928 മെയ് 1 കാവാലം നാരായണ പണിക്കർ ജനിച്ചു. കേരള സർവകലാശാലയിൽ നിന്ന് BA ബിരുദവും പിന്നീട് മദ്രാസ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടി. കലാപ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിനു മുൻപേ ആലപ്പുഴ ജില്ലാ കോടതിയിൽ ജോലി ചെയ്തിരുന്നു. ചെറുപ്പം മുതലേ കവിതകൾ എഴുതുമായിരുന്നു. 1961 തൃശ്ശൂരിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1975 തിരുവരങ്ങ നാടക സംഘത്തിന് രൂപം നൽകി. ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസിൽ കൺസൾട്ടന്റും ന്യൂഡൽഹിയിലെ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനും ആയിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് ഭാഷാഭാരതി സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ സോപാനം എന്ന നാടക ട്രൂപ്പിന്റെ സ്ഥാപക സംവിധായകനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കൃതികൾ കേരളത്തിലെ ക്ലാസിക്കൽ, നാടോടി പാരമ്പര്യങ്ങളിൽ വേരൂന്നിയവയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കവിതകൾ ഗ്രാമീണ ഭാഷാ ശൈലികളാൽ ശ്രദ്ധേയമാണ്. തിരുവാഴിത്താർ, കരിങ്കുട്ടി, ദൈവത്താർ തുടങ്ങി നിരവധി നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1984 കർണഭാരം എന്ന സംസ്കൃത നാടകം ഒരുക്കി. 2001 മോഹൻലാൽ ആ നാടകത്തിൽ അഭിനയിച്ചതോടെ കർണഭാരത്തിന് താരപദവി കൈവന്നു. മഹാനായ കുറ്റിയാട്ടം മാസ്റ്റർ, ഇതിഹാസ നടൻ ഗുരു മാണി മാധവ ചാക്യാരെ കുറിച്ചിട്ടുള്ള 2 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ സിനിമകൾക്ക് ഗാനരചനയും നടത്തിയിട്ടുണ്ട്. കാളിദാസന്റെ വിക്രമോർവശിയം, ശാകുന്തളം, ഭാഷാകൃതികൾ, സ്വപ്നവാസവദത്തം, ദൂതവാക്യം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചിലതാണ്. ദേശീയ സംഗീത നൃത്ത നാടക അക്കാദമിയായ സംഗീത നാടക അക്കാദമിയുടെ 1983 സംവിധാനത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 2002 സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, ഗാനരചനയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, പത്മഭൂഷൺ, കാളിദാസൻ സമ്മാൻ എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2016 ജൂൺ 26 88-ആം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു.